Hi dears. ഇന്ന് നമ്മൾ സിമിലർ ആയിട്ട് തോന്നുന്ന 3 വേർഡ്സ് ആണ് എടുക്കുന്നത്. Although, even though and though. ഇതിന്റെ മീനിങ് വരുന്നത് എന്നിരുന്നാലും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും എന്നൊക്കെയാണ്. It is used in order to show contrast. Opposing ideas connect ചെയ്യുമ്പോഴാണ് നമ്മൾ althoughയും even thoughയും യൂസ് ചെയ്യുന്നത്. And what is the difference? Although എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോർമൽ ആണ്. നമ്മളൊരു ഫോർമൽ പ്രസന്റേഷൻ ആണ് although എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഇവൻ ദോ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് എംഫറ്റിക് ടോൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്ന ഐഡിയ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അപ്പീലിംഗ് ആയിട്ട് കൺവേ ചെയ്യാനായിട്ടാണ്. തേർഡ് വൺ ദോ എന്നുള്ളത് വളരെ കാഷ്വൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സെന്റൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഡാഷ് ഷീ സ്റ്റഡീഡ് ഹാർഡ് ഷീ ഫെയിൽ ദ എക്സാം. ഈ 3 വേർഡ്സും 3 കണക്ടേഴ്സ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതെങ്ങനെയാ നോക്കാം. Although she studied hard, she failed the exam. അവൾ നന്നായിട്ട് പഠിച്ചെങ്കിലും നന്നായിട്ട് പരിശ്രമിച്ചെങ്കിലും അവൾക്ക് എക്സാം പാസ്സാകാൻ പറ്റിയില്ല, അവൾ ഫെയിൽ ആയിപ്പോയി എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് ഇവൻ ദോ വെച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് എക്സ്പ്രസസ് എമോഷൻ ആൻഡ് എ സ്ട്രോങ് സെൻസ് ഓഫ് ദാറ്റ് സെന്റൻസ്. അപ്പൊ എങ്ങനെയാ പറയാം? ഇവൻ ദോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഷീ ഫെയിൽ ദ എക്സാം. ഇവൻ ദോ ഷീ സ്റ്റഡീഡ് ഹാർഡ്, അവിടെ നമ്മളൊന്ന് സ്ട്രെസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദോ ചേർക്കുമ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റും. ദോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഷീ ഫെയിൽ ദ എക്സാം എന്ന് പറയാം. അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ക്ലോസ് നമുക്ക് ഫസ്റ്റ് പറഞ്ഞിട്ട് അടുത്തത് ഫസ്റ്റ് ക്ലോസ് നമുക്ക് രണ്ടാമത് പറയാൻ പറ്റും. ഷീ ഫെയിൽ ദ എക്സാം ദോ ഷീ സ്റ്റഡീഡ് ഹാർഡ്. ദോ എന്നുള്ളത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ വേണമെങ്കിലും കൊടുക്കാം, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസും കൊടുക്കാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓൾദോ മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ പാർട്ടിലായിരിക്കും, സെന്റൻസിന്റെ ബിഗിനിങ്ങിലായിരിക്കും. ഓക്കെ, യു ക്യാൻ യൂസ് ഇറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ്. ഇവൻ ദോയും ബിഗിനിങ്ങിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. താങ്ക് യു.